തിരുനാവായ പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് 4,15,69,000 രൂപ സ്പിൽ ഓവർ ആക്കിയിരിക്കുകയാണ്. സ്പിൽ ഓവർ ആക്കുന്നത് കഴിഞ്ഞ വർഷം നടത്തേണ്ട വർക്ക് നീട്ടിവെച്ചേക്കാം. അതുകൊണ്ട് എന്താ നമുക്ക് സംഭവിക്കുന്നത്? ആ 4,15,69,000 കഴിച്ചിട്ട് ബാക്കി പണ്ടേക്ക് സംസ്ഥാന സർക്കാർ തരുള്ളൂ. ആ പൈസ നഷ്ടപ്പെട്ട നമ്മളേക്ക്. ആ പൈസ ചെലവാക്കേണ്ടത് നിങ്ങൾക്കാണല്ലോ. ഇവിടെ നാട്ട് ഏത് റോഡ് നല്ലതുള്ളത് ഈ റോഡ് നമുക്ക് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, നമ്മളെ ശുചിത്വ മേഖലയിൽ ഇതിനൊക്കെ ചെലവാക്കേണ്ട പൈസയാണ് പഞ്ചായത്ത് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സഹി കെട്ടാതായപ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങളെ, ഈ സാധാരണക്കാരുടെ ജനങ്ങളെ ലൈഫ് മിഷൻ വരെ അട്ടിമറിച്ചപ്പോൾ ഇതിന്റെ കൂടെ നിൽക്കാതെ ഇടതുപക്ഷത്തിൽ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നയിച്ചത്. ഇത് തുടർന്ന് കൊണ്ട് അവൻ ഒരിക്കലും അനുവദിക്കൂല. അത്രയും ഇത് നടത്താത്ത സംഗതികൾ. ഞാൻ ഗവൺമെന്റ് സർക്കാർ കൊടുത്ത ഫണ്ടുകൾ ഞാൻ പറയലേ, സ്കൂളുകൾക്ക് ആരോഗ്യമേഖലയ്ക്ക് 2 വാഹനം സർക്കാർ കൊടുത്തിരിക്കണം. മറ്റേ PHSCക്ക് ഇന്ന് വരെ 2 വാഹനം വിട്ടെടുക്കാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടില്ല. അതേമാതിരി ശുചിത്വ മിഷന്റെ ശൈലി പറഞ്ഞ 25,000 രൂപ ഓരോ വാർഡും ടൗണൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഓരോ വാർഡ് മെമ്പർ കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചതാണ്. ഇത് വർഷം കൊടുക്കുകയാണെങ്കിൽ മഴക്കാലം വരും 25,000. നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. ആ 25,000 കഴിഞ്ഞ പ്രാവശ്യം 3,75 ബാക്കി ഈ പ്രാവശ്യം 5.5 ലക്ഷം രൂപ കയ്യിലിരിക്കുക. ചിലവരൊക്കെ ചെലവാക്കിക്കണം. എങ്ങനെ വെച്ചാൽ തൊഴിലുറപ്പിന്റെ പണിയുടെ തോടില്ലേ അതൊക്കെ കാട്ടിക്കൊട്ട് ശുചിത്താക്കിക്കണം. ചില മെമ്പർമാരൊക്കെ പൈസ വലിച്ചിട്ട് വരും. അത് വിവരാവകാശം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. ഇനി തൊഴിലുറപ്പേരെ മറ്റുള്ളൂ ഇവരെ കണക്കും കൂടി വരുമ്പോൾ ശരിക്കും പുറത്ത് പറയാൻ പറ്റുള്ളൂ. അവിടുത്തെ പ്രസിഡന്റുകൾ പറയിപ്പിച്ചാണ് സംസ്ഥാന സർക്കാർ തന്നിട്ടില്ലാന്ന്. ആദവനാട് പഞ്ചായത്തുകൾ പറയട്ടെ, ഒക്കെ മുസ്ലിം ലീഗ് ഒരിക്കലും പഞ്ചായത്ത്, എന്നാ കുറ്റിപ്പുറം പഞ്ചായത്ത് പറയട്ടെ. ഇതൊരു പഞ്ചായത്തിലും ഇല്ലാതെ ഇനി രണ്ടാമത് ഇതാണോ ഇതിന് മേലെ അടിച്ചു മാറ്റുന്നതോ? ഇങ്ങനെ ഒന്നും നടത്താതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട ആൾക്കാരൊക്കെ യോഗം കൂടിയിട്ട് 1,47,900 ചായ കുടിച്ചിരിക്കണം. ഞാൻ വിവരാവകാശം ഇങ്ങനെ കണക്കാം. 1,47,600 ചായ ഈ പഞ്ചായത്ത് കൊടുത്ത് ഈ കടയിൽ നിന്ന് കൊടുത്ത് കുടിച്ചിരിക്കുന്നത്. എന്റെ വിവരാവകാശത്തിന്റെ പോക്കറ്റിലുണ്ട്. ഞാൻ അത് വെറുതെ പറയില്ല. ഇത് എന്തെങ്കിലും നമ്മൾ 4 ആളെ കാണുമ്പോൾ വായി തോന്നി വിളിച്ചു പറയില്ല. ഈ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ടുന്ന രേഖയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ വർക്കൊന്നും നടന്നിട്ടില്ല. പഞ്ചായത്തിൽ ഒരു പണി നടക്കണില്ല. എന്നാൽ ചായ കുടിക്ക് വലിയ കമ്മിയുണ്ട്. അതിനൊരു കമ്മിയൊട്ടില്ല. ഇനി രണ്ടാമത്തെ ഇപ്പൊ കുറച്ച് കൂട്ടാൻ 60 ലക്ഷം റുപ്യക്ക് സ്ട്രീറ്റ് ലൈറ്റ് നേരാക്കേണ്ട ഒരു കൊണ്ടുവരിക. ഒരു ഫണ്ട് 60 ലക്ഷം റുപ്യ നമ്മൾ റിപ്പയർ ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റിന്. അപ്പൊ ഇവിടുത്തെ സെക്രട്ടറി പറഞ്ഞു, ഇവിടുത്തെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് ഞങ്ങൾ ഒപ്പിട്ട് തരൂല. എല്ലാം റേഷൻ കാപ്പ് മാറ്റാൻ ഈ 60,000 രൂപ അടിച്ചു മാറ്റാൻ ഞങ്ങൾ അതിന് കൂട്ടു നിൽക്കൂല എന്ന് പഞ്ചായത്തിലെ സെക്രട്ടറി ജോലിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. പ്രസിഡന്റ് കടുത്ത തീരുമാനം എടുക്കുക. ഞാൻ അതിനകത്ത് അഴിമതിക്ക് ഞാൻ കൂട്ടു നിൽക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ 2 സംഗതി. ആരോഗ്യ മേഖലയിൽ ശ്വാസത്തിന് ഹോസ്പിറ്റൽ കുത്തലിംഗ പൂട്ടി, ആർട്ടിന്റെ രോഗികൾക്ക് ഹോസ്പിറ്റൽ പൂട്ടിക്കൊടുത്ത വർഷം ഒന്നായി. ഇന്ന് വരെ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് 1 ഉറുപ്പിക ഫണ്ടേക്ക് വെച്ചിട്ടില്ല. അവിടെ വരുന്ന ജനങ്ങൾക്ക് മുഴുവൻ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, പിന്നെ വിവിധ നന്നാന്ന് വരേണ്ട വയറിളക്കം ചർച്ചത്തിനൊന്ന് തേച്ചൊരു മരുന്ന് കൊടുക്കാനോ അവിടെ കറക്റ്റായിട്ട് ഒരു ഇതാക്കും. ഒരു സ്റ്റാഫിനെ നിയമിക്കാൻ ആലോചിക്കുക. പഞ്ചായത്തുകാർ കയറിയാൽ സ്റ്റാഫുകളെ കൊണ്ട് നടക്കാൻ പറ്റുക. 2 ആൾക്കാർ റോഡ് ശുചിയാക്കേണ്ട ആൾക്കാരുണ്ട്. അത് ഇതിനുള്ളിലാണ്. 2 ആൾക്കാരോട്ട് പിയൂൺമാർ സർക്കാർ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറമെ 2 ആളെ പോലെ റോഡ് ശുചിയാക്കാൻ സർക്കാർ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 4 ആളെ പോലെല്ലായി. പിന്നെ നമ്മളെ ശ്മശാനത്തിന്റെ കാവൽക്കാരൻ എപ്പോഴും ഇവിടെ തന്നെയാണ്. അപ്പൊ 5 ആയി. നമ്മളെ പകൽ വീടിന്റെ കാവൽക്കാരൻ എപ്പോഴും ഇവിടെ തന്നെയാണ്. അപ്പൊ എത്രയായി? 6 ആയി. നമ്മളെ സാംസ്കാരിക കാക്കര ശമ്പളം വേങ്ങുന്നുണ്ട്, അതും ഇവിടെ തന്നെയാണ്. 7 ആളെ. ചായ കൊടുക്കാൻ ഒരാൾ, കൊണ്ടുവരാൻ ഒരാൾ, ആ ക്ലാസ് കുടിച്ചാൽ മാറ്റിട്ട് കൊടുക്കാൻ വേറെ ചായ കൊണ്ടുവരാൻ ഒരാൾ. ഇത്ര നാരി ഒരു ഭരണങ്ങൾ കേരള സംസ്ഥാനത്ത് എവിടെയും കേട്ടിക്കണം. പോലീസിന് കേസെടുക്കാനുള്ള ഒപ്പുണ്ട്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചേംബറിൽ ഇരുന്ന് പറയാണ് സ്ത്രീനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ പറഞ്ഞതാ. ഒരു സ്ത്രീനെ വേണ്ടാത്ത രൂപത്തിൽ നോക്കിയ കേസെടുക്കാൻ നിയമമുള്ള കാര്യം. ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാം ഇന്നെ മാനസികമായി പീഡിപ്പിച്ചത്. ഒരാളെ ശാരീരിക പീഡനക്കാട്ടും ഏറ്റവും വലിയ പീഡനം മാനസിക പീഡന. എന്റെ വീട്ടിൽ എന്നെ പുറത്ത് നടക്കാനല്ല എന്റെ മുസ്ലിംകാരാക്കി എന്നെ മാനസികമായി പീഡിപ്പിച്ചത്. ആര് പറഞ്ഞതാ? പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ ചേംബറിൽ കണ്ട് TV-കാരോട് പറഞ്ഞതാ. ഇത് തെളിവുള്ളതാ. ഇന്ന് വരെ ഈ മാനസിക പീഡിപ്പിച്ചതിന്റെ പേരിൽ ആരും കേസെടുത്തിട്ടില്ല. സ്വയമേ കേസെടുക്കാനുള്ള ഒപ്പുണ്ട് നമുക്ക്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയല്ല ഇന്നെ ഒതുക്കാൻ പറ്റുന്നില്ല, പഞ്ചായത്തിൽ വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തൊട്ട് പോവാണ്. എല്ലാവരും പെട്ടെന്ന് അഡ്ജസ്റ്റ്മെന്റ് 2.5 കൊല്ലം കോൺഗ്രസ് വരുത്തുന്ന ഓലാണ് മാറിക്ക് 2.5 കൊല്ലം ലീഗ് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പോയതല്ല. പിന്നെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്ത മുന്തിരി പൊളിച്ചെന്ന് പറഞ്ഞ മാതിരി ഓലെ തന്നെ പറയുന്നുള്ളൂ. അത് ഓലെ കൊണ്ട് നടക്കൂല. അത് ലീഗിന് ഓല എന്നോ കൊടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് സീനത്തിയന്മാര് ഒരു 10 സമ്മേളനം നടത്തി. ആ 10 സമ്മേളനങ്ങൾക്ക് ഉണ്ടാവും കേട്ടുള്ളത്. ഞാൻ മുസ്ലിം ലീഗാണ്. എന്താ പറഞ്ഞത്? ഞാൻ അഴിമതി ചെയ്തിട്ടാണ് പറഞ്ഞത്. ഷാജി പറഞ്ഞത് അഴിമതി ചെയ്തിട്ടില്ല, നിങ്ങൾ ഫണ്ട് നടപ്പാക്കിയിട്ടില്ല എന്നാണ്. ഞാൻ മുസ്ലിം ലീഗേർത്തിയാണ്. ഞാൻ കുണ്ടേക്കാട് സ്കൂളിൽ മതിൽ കെട്ടിയ ആളാണ്, പൊളിഞ്ഞാടിയ ആളുമാണ്. അതുപോലെ വാർഡിലാണ് വാർഡ് മെമ്പർ മതിൽ കെട്ടിയത്. ആ മതിൽ 60 ദിവസം കൊണ്ട് മതിൽ പൊളിഞ്ഞാടി. 6 ലക്ഷം ഉറുപ്പ്യാണ്. 6 ലക്ഷം ഉറുപ്പ്യ സംഗതി 60 ദിവസം നിന്നില്ല.
3 പ്രാവശ്യം പഞ്ചായത്ത് ബോർഡ് കൂടി ഞാൻ വിവരാവകാശം കൊടുത്തിട്ടുള്ള 3 പ്രാവശ്യം സ്പെഷ്യൽ ബോർഡ് യോഗം വലിയോർപ്പൽ സ്കൂൾ മാത്രം ഇവിടുത്തെ ഇടതുപക്ഷ മെമ്പർമാർ സമ്മതിച്ചില്ല അതിന് ഫണ്ട് വെക്കാൻ. അതിന്റെ പേരിൽ അവിടെ നിൽക്കുക. പിന്നെ ആ കൊഴിഞ്ഞ മതിൽ ഫണ്ട് വെക്കാൻ നിൽക്കാൻ 6 പ്രാവശ്യം സ്പെഷ്യൽ യോഗം കൂടിയ പഞ്ചായത്ത് അത്. അപ്പൊ ഏതെല്ലാം വകുപ്പിന് പോകട്ടെ സർക്കാർ വാടകയ്ക്ക് വണ്ടി വാടക വില്യാനം ഒറ്റുവലിക്കുക. എന്തിനാ പറഞ്ഞത് ഇവിടെ കച്ചറ കൊണ്ടുപോകണ വണ്ടിയുള്ളത് ഇവിടെ നമ്മളെ മാലിന്യം നീക്കം ചെയ്യണേ അതിന്റെ കൂടുകളുണ്ടല്ലോ ഇപ്പൊ ലോട്ട് വരുന്നത് വെച്ചിട്ട് കണ്ടു വലിയ കൂടും ചെറിയ കൂടും. ആ കൂട് ശരിക്കും സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ കൊടുത്ത ബൈലോ പ്രകാരം അതിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കാനുള്ള അധികാരം ആയിരിക്കാം പഞ്ചായത്ത് സെക്രട്ടറി മറ്റേ തൊഴിലുറപ്പേർ നിർമ്മിച്ച് നൽകേണ്ടതാണ്. അത് കൊടുത്ത് 1-2 മെമ്പർമാർ കൂടിയിട്ട് കുറ്റിപ്പുറമുള്ള സ്വകാര്യ വ്യക്തി ഗവൺമെന്റ് ഒരു ബോക്സിന് 50,000 രൂപ വിവരാവകാശങ്ങൾക്ക് പ്രകാരം, രണ്ടാമത്തെ ബോക്സിന് 40,000 രൂപ. അപ്പൊ ഒരു ബോക്സ് മതിന് 40,000 രൂപ വെച്ചിട്ട് അടിച്ചു മാറ്റുന്നത്. ഇന്ന് അത് 4 പാത്രം കൊടുന്ന് വെച്ച് അതിനുള്ളിലൊക്കെ നിറഞ്ഞ് അതിനുള്ളിൽ കുട്ടികൾക്കോ സ്കൂൾ കുട്ടികൾക്കോ മദ്രസ കുട്ടികൾക്കോ നടക്കുന്നത് വഴിയാത്രക്കോ നടക്കാൻ പറ്റില്ല. പാമ്പും ജയിലൊക്കെ ഒന്നുകൂടി കിടക്കുക. മാലിന്യം കൊണ്ട് മറത്തിട്ട് ഒക്കെ തിങ്ങി നിറഞ്ഞ് കിടക്കുക. മാലിന്യം നീക്കം ചെയ്യണില്ല. അതിലൊക്കെ സംഭവം ആലോചിക്കണം. ഈ തിരുനാവായന്റെ ഈ മുഖത്തെ ക്ഷേത്രമാണ്. ഗാന്ധി സ്മൃതി നിൽക്കുന്ന സ്ഥലം ഏതാണ്? ഗാന്ധി സ്മൃതി മഹാത്മാജിയുടെ ചിതാവസ്ഥ ഒഴുക്കിയ സ്ഥലം തിരുനാവായ. ഗാന്ധി സ്തൂപം നിൽക്കുന്ന ആയിരക്കണക്ക് ഭക്തർ കേരളത്തിനകത്തും പുറത്ത് തിരുനാവായ അമ്പലത്തിൽ ഒന്നും വരുന്നില്ല. ഓൾ കാണുന്നത് പോലെ വരവ് തിരുനാവായ ഈ മാലിന്യ കൂമ്പാരം. എത്രയോ പ്രാവശ്യപ്പെടുത്ത വ്യാപാരികൾ കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തി ഒരു മാസം മുന്നേ ഈ നാട്ടുകാർ കൂടി പറഞ്ഞ് ഈ മാലിന്യം ഇവിടെ നീക്കം ചെയ്യണം. ഇന്നും തന്നെ മാലിന്യ ആരോഗ്യ അഹങ്കാരമായി അവിടെ കൊണ്ട് കുന്നുകൂട്ടിയിരിക്കുക. എത്ര പോലെ അഴിമതി മാത്രം. രണ്ടാമത്തെ പഞ്ചായത്തിന് കിട്ടേണ്ട വരുമാനങ്ങൾ പട്ടണക്കാരും ഷോപ്പിംഗ് കോളേജ് എന്നോ പണി കഴിഞ്ഞ് കിടക്കുക. ഇന്ന് വരെ മുഴുവൻ ഒരു കരാറുകാരന്റെ ഡയലിയോടെ വരണ് ഡെയിലി 2 നേരം സാധു വന്ന് വിളിച്ചാൽ അതൊന്ന് ശരിയാക്കി കാട്ടി ഞാനതിന് വാടക തരാം. ഇന്ന് വരെ പഞ്ചായത്തിന് അകത്തോടെ ഗവൺമെന്റിന് കിട്ടുന്ന ലക്ഷക്കണക്കിന് ഉറപ്പുക ഏത് വാടകയിനത്ത് കിട്ടേണ്ട തനത് ഫണ്ട് കിട്ടേണ്ട പൈസ ലാഭത്തേക്ക് കാണിക്കുന്നത്. പട്ടണക്കാർ ഷോപ്പിംഗ് കോളേജ് ഇടക്കോളത്തുണ്ടോ നിൽക്കുന്നത്. എന്താണ് നമ്മളെ ടൂറിസ്റ്റ് ഹോമിന്റെ സ്ഥിതി? അതിലൊക്കെയാണ് സെക്രട്ടറി താമസിക്കുന്നത്. കൂട്ടലുമില്ല കൊടുക്കലുമില്ല. ഒരു ചില്ലാനം കൊടുക്കുക. ഇന്ന് വരെ അയിമക്ക് ഒരു പണി നടക്കുന്നില്ല. ഏതെല്ലാം വകുപ്പിൽ വെട്ടിമാറ്റാൻ പറ്റുമോ, ഏതെല്ലാം വകുപ്പിൽ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ പറ്റുമോ, ഏതെല്ലാം നിലയ്ക്ക് ജനങ്ങളെ സ്വീപ്പാക്കാൻ പറ്റുമോ അത് മാത്രമേ ഇവിടെ ലക്ഷ്യമുള്ളൂ. അതല്ലാതെ ഇവിടെ ആരും 2 ലാഭസാക്കരുത്. സംസ്ഥാന സർക്കാർ ഒരു ജില്ലക്ക് സ്മാർട്ട് കൃഷിഭവന് വേണ്ടി 1 കോടി രൂപ കൊടുക്കുക. അത് മലപ്പുറം ജില്ലയിൽ പാസ്സായി തിരുനാവായ ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടുന്ന് കൊടുത്ത ഇടതുപക്ഷക്കാർ കൊടുത്ത അപേക്ഷന്റെ പുറത്ത് പാസ്സായതാണ്. ആ പാസ്സായ കൃഷിഭവൻ ഓഫീസ് തിരുനാവായ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അവര് തർക്കമായി. ഇന്നായിക്കോട്ടെ പട്ടക്കാലം ആയിക്കോട്ടെ കുഴപ്പമില്ല. നവും ലാപ്സായി പോയി. പട്ടക്കാല മണ്ണ് ഇതൊക്കെ മാന്തിയിട്ട് ആ തറൊക്കെ വെച്ചിട്ട് എന്നാ അപ്പോൾ അറമ എത്രയോ നാടകങ്ങൾ എത്രയോ ആൾക്കാർ അരങ്ങിയ സ്റ്റേജാണ്. ആ സ്റ്റേജൊക്കെ കൊടുക്കുമ്പോൾ അവിടുത്തെ ഹൃദയം പൊട്ടുക. അതേമാതിരി ഇവിടെ തിരുനാവായ അങ്ങാടിലൊക്കെ മാലിന്യം കൊണ്ട് ഉള്ള കേസും അതൊക്കെ വൃത്തിയാക്കാൻ കൊടുത്ത് 25,000 രൂപ നേരത്തെ പറഞ്ഞത്. ഇതൊന്നും ചെയ്യാത്ത ഒരു ഭരണസമിതിക്കെതിരെ ഇന്നും നമ്മൾ കയ്യും കെട്ടി നിൽക്കണം. ഇത് സാധ്യ നേരത്തെ മറ്റേ ഞങ്ങൾ താക്കീതാണ്. സമരത്തിന്റെ സ്വഭാവങ്ങൾ മാറും, സമരത്തിന്റെ രീതികൾ മാറും, സമരത്തിന്റെ സ്റ്റൈലുകൾ മാറും. നിങ്ങൾ അതിലേക്ക് അടുപ്പിക്കരുത്. അത് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഈ സ്കൂളിലും അതിൽ ടെക്നിക്കൽ ഉദ്യോഗസ്ഥർ പോലും കൂടി ചെയ്ത് അഴിമതിയാ. ഒരു പുതിയ കോൺട്രാക്ടർ മെമ്പർ സൃഷ്ടിച്ചേക്കാണ്. മെമ്പറെ സ്വന്തം ഒരു കോൺട്രാക്ടർ ഉണ്ടാക്കിക്കാണ്. അല്ല ഇവിടുത്തെ പഞ്ചായത്തിലെ പഴയ കോൺട്രാക്ടർമാർ കൊടുത്തതല്ല. സ്വന്തമായിട്ട് കോൺട്രാക്ടർ പോലും പൈസ കൊടുത്തുണ്ടാക്കി ആ സ്വന്തമായിട്ടുള്ള കോൺട്രാക്ടറെ കൊണ്ട് കരാർ എടുപ്പിച്ച് ആ സ്വന്തമായിട്ടുള്ള കോൺട്രാക്ടറെ കൊണ്ട് പൊളിച്ചടുപ്പിച്ച് ചെയ്തു. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോ ആ ആളെ എടുത്തിട്ട് പറഞ്ഞിട്ട് കുത്തല ഹോസ്പിറ്റലിൽ 12 ലക്ഷം രൂപ വർക്ക് ഇനിയിപ്പോ എല്ലാം പോലെ നിൽക്കണമെങ്കിൽ എന്നാൽ പൊളിഞ്ഞോടുന്ന് തരാൻ പറ്റൂല. ഇപ്പൊ അതിന് കേടുപാടൊന്നുമില്ല. മൂപ്പരായിട്ട് എന്നാൽ എപ്പോഴും പൊളിഞ്ഞോടുന്ന് തരാൻ പറ്റൂല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ആളുകൾക്ക് വീട് വേണം.